ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ലേറ്റസ്റ്റ് വോളിയത്തിലെ SBS സെക്ഷനിൽ വന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിന് ഓട കൊടുത്ത മറുപടിയുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ചോദിച്ചിരിക്കുന്നത് റോജർ പൈറേറ്റ്സിൽ ഗബാന്റെ റോൾ എന്തായിരുന്നു എന്നാണ്. ഇപ്പോൾ റോജർ പൈറേറ്റ്സിലെ പ്രധാന മെമ്പേഴ്സിന്റെ പേരും അവരുടെ റോളും വെച്ചുകൊണ്ട് ഓടെ അതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ഗോൾഡ് ഡി റോജർ, ഫസ്റ്റ് ക്രൂ മെമ്പർ സിൽവേഴ്സ് റൈലി, നാവിഗേറ്റർ സ്കോപ്പർ ഗബാൻ, ടാക്ടിക്കൽ ഓഫീസർ ആയിട്ട് മൂൺ ഐസക് ജൂനിയർ, ഡോക്ടർ ക്രോക്കസ്, ഹെൽംസ്മാൻ ആണെങ്കിൽ ഡോൺ ക്യുനോ, അതേപോലെ ഇവർക്കൊരു ടോർച്ചറർ, ഒരു ഇൻട്രോഗേഷൻ ഒക്കെ നടത്തുന്ന ഒരു ഇൻട്രോഗേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു, മില്ലറ്റ് പൈൻ, സ്കോളാർ റോയിങ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, നമ്മുടെ ഇവിടുത്തെ റോബിനെയൊക്കെ പോലെ. ഇൻഫോർമന്റ് ആണെങ്കിൽ ഏറിയോ ആയിരുന്നു. ഇന്റലിജൻസ് ഓഫീസർ സ്പെൻസർ, ഗണ്ണർ അതായത് സ്നൈപ്പർ പീറ്റർ മോ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. മ്യൂസീഷ്യൻ ആണെങ്കിൽ ജാക്സൺ ബാനർ, ഷിപ്പ്റൈറ്റ് ബ്ലൂമറൈൻ. അപ്പോൾ റോജർ പൈറേറ്റ്സിലെ നാവിഗേറ്റർ ആയിരുന്നു നമ്മുടെ ഗബാൻ. സോ അപ്പോൾ ഇവർക്ക് ഇനി ലോഡ്സ്റ്റർ ഐലൻഡിലേക്ക് പോകാനുള്ള ഒരു വഴിയും പരിപാടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മേ ബി ഗബാൻ ആയിരിക്കും. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് ഓറസ്റ്റ് കൊട്ടാരത്തിൽ വെച്ച് ഗബാൻ ലൂഫിയോടും ക്രൂവിനോടും പറയുന്നുണ്ടായിരുന്നല്ലോ. ചിലപ്പോൾ അത് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിരിക്കാം. വേറെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് എൽബാഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ടാണല്ലോ കാണിച്ചിരിക്കുന്നത്. സോ ഏതെങ്കിലും ഒരു റിയൽ ആയിട്ടുള്ള രാജ്യം അല്ലെങ്കിൽ ഒരു ടൗണ് ഇൻസ്പയർ ആയിട്ടാണോ എൽബാഫ് വരച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ അതിന് ഓടെ പറഞ്ഞിരിക്കുന്ന മറുപടി നോർത്തേൺ യൂറോപ്പ്, സ്കാൻഡിനേവിയയിലെ വൈക്കിംഗ് എറയിലെ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ ബേസ് ചെയ്താണ് ഈ എൽബാഫ് വരച്ചിരിക്കുന്നത്. അവിടുത്തെ കൾച്ചർ, ആ ജോഗ്രഫി ഒക്കെയാണ് ഇതിന് ഇൻസ്പിരേഷൻ. വേറെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ന്യൂ ജയന്റ് വാരിയർ പൈറേറ്റ്സിലെ ഗേഡിന്റെയും ഗോൾഡ്ബർഗിന്റെയും ഒക്കെ യങ് ആയിട്ടുള്ള ലുക്സ് എങ്ങനെയായിരിക്കും എന്നാണ്. ഇപ്പോൾ ഓട ന്യൂ ജയന്റ് വാരിയർ പൈറേറ്റ്സിലെ 5 പേരുടെയും ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഹാജറുദ്ദീൻ ആണ് ക്യാപ്റ്റൻ, ഹൈറ്റ് 22 മീറ്റർ, 81 വയസ്സ്, ഫേവറേറ്റ് ഫുഡ് മീറ്റ് ബോൾസ്. സ്റ്റാൻസൺ ആണ് ഷിപ്പ്റൈറ്റ്, ഹൈറ്റ് 19.5 മീറ്റർ, വയസ്സ് 81, ഫേവറേറ്റ് ഫുഡ് ബാറ്റിൽ ഫ്രണ്ട് മീൽസ്. റോഡാണ് നാവിഗേറ്റർ, ഹൈറ്റ് 26 മീറ്റർ, വയസ്സ് 63, ഫേവറേറ്റ് ഫുഡ് ബെറി പൈ. ഗേർഡ് ആണ് ഡോക്ടർ, ഹൈറ്റ് 17 മീറ്റർ, വയസ്സ് 75, ഹാംബർഗറും മാക്കറോണും ആണ് ഫേവറേറ്റ് ഫുഡ്. ഗോൾഡ്ബർഗ് ആണ് കുക്ക്, 21 മീറ്റർ ഹൈറ്റ്, വയസ്സ് 63, ഫേവറേറ്റ് ഭക്ഷണം റോസ്റ്റഡ് റാം. ഇവരുടെ 5 പേരുടെയും കുഞ്ഞുനാളിലുള്ള ഫോട്ടോയും നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഈ ഡൊസുണ്ടഡ എന്ന് പറയുന്ന ട്രൈബ് സത്യം പറഞ്ഞാൽ എന്താണെന്ന് ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. കാര്യം മുൻപൊരു ചാപ്റ്ററിൽ ഗബാന ഓറസ്റ്റ് കൊട്ടാരത്തിൽ വെച്ച് സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്ത് ഈ ഡൊസുണ്ടഡ എന്ന് പറഞ്ഞ ട്രൈബിനെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു. ആ സമയത്ത് നമുക്കത് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഓട തന്നെ അതിന് ഉത്തരം തന്നിട്ടുണ്ട്. ഒരു മനുഷ്യനും ഒരു ഡ്വാർഫും ചേർന്ന് ഉണ്ടാവുന്ന മിക്സഡ് റൈസിനെയാണ് ഡൊസുണ്ടഡാൻ ട്രൈബ് എന്ന് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇത് വൺ പീസ് വേൾഡ് ആണ്. ഇവിടെ ഇങ്ങനെയാണ്. ഓട വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ടൊണ്ടട്ട ട്രൈബ് ഉണ്ടല്ലോ ഡ്വാർഫ്സിന്റെ, അപ്പൊ അതിന് ടൊണ്ടട്ട എന്ന് പേര് വന്നത് ആ ടൊണ്ടട്ട എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, അവർ നടക്കുമ്പോൾ അത്ര ക്യൂട്ടായിട്ടുള്ള സൗണ്ട്സ് ആണ് വരുന്നത്. ഡൊസുണ്ടഡ എന്ന് പറയുമ്പോൾ ആ ഫുഡ് സ്റ്റെപ്പിന് കുറച്ചുകൂടി ഒരു ബാസ് ഇല്ലേ. പിന്നെ ഒരു ജയന്റും ഒരു ഡ്വാർഫും കൂടെ ചേർന്നിട്ട് സുഷിൻഡോഡോ എന്നും പറഞ്ഞൊരു ട്രൈബും കൂടെ ഉണ്ടെന്ന് ഓടെ പറയുന്നു. അത് പിന്നെ വളരെ റെയർ ആണ്. സുഭാസമാരു എന്ന് പറയുന്ന ഒരുത്തൻ, അത് ഒറിജിനൽ പേരാണോ എന്നറിയില്ല, അവൻ ചോദിച്ചിട്ടുണ്ട് റിപ്ലിയും ഗേഡും ഒക്കെ ജയൻസ് ആയതുകൊണ്ട് അവരുടെ കപ്പ് സൈസ് എന്തായിരിക്കുമെന്ന്. W ആണോ എന്ന്, അതായത് വേൾഡ് കപ്പ്. ഇപ്പൊ എല്ലാ ഫീമെയിൽ ജയൻസിനും വേൾഡ് കപ്പ് തന്നെയാണെന്നും പറഞ്ഞ് ഓടെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. വേറെ ഒരുത്തൻ ചോദിച്ചിട്ടുണ്ട് ഈ ഗുങ്കോ എന്താണ് എപ്പോഴും ഇങ്ങനെ വെറും പാൻറ്റീസ് മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന്. നല്ല ചോദ്യം. ഇപ്പൊ ഓടെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഗുങ്കോ അങ്ങനെ വെറും അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് ചുറ്റി നടക്കുന്ന ആളൊന്നും അല്ല. അവളെ നിങ്ങൾ അങ്ങനെ ഒരു പെർവേർട്ട് ആക്കരുത്. നമ്മളെയാണല്ലോ മച്ചമ്പി. ആക്ച്വലി അത് നമ്മുടെ എഗ് ഹെഡില് നാമിയും ബോണിയും ഒക്കെ ഇട്ടുകൊണ്ട് നടന്ന ആ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അതേപോലത്തെ ഐറ്റം ആണ്. അവരുടെ ഡ്രസ്സിന്റെ ആ ബോട്ടം ഭാഗമാണ് ഇങ്ങനെ താപ്പോട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് ആ കിടക്കുന്നത്. സോ അതിനെ വെറും അണ്ടർവെയർ എന്നും പറഞ്ഞ് അങ്ങനെ കുറച്ച് കാണരുത്. ഇപ്പൊ വേറൊരാള് ലോക്കിയുടെ അടുത്തിരിക്കുന്ന ട്രാൻസ്പോണ്ടർ സ്നെയിലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. കാര്യം അത് ഓട്ടോമാറ്റിക് ആയിട്ട് കോൾസ് എടുക്കുകയും കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. സോ അതിന് ഈ സ്പീച്ച് റെക്കഗ്നിഷന്റെ വല്ല കഴിവുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഓടെ അതിന് കൊടുത്തേക്കുന്ന മറുപടി ഭയങ്കര കോമഡിയാണ്. ആ ട്രാൻസ്പോണ്ടർ സ്നെയിലിന് ഹ്യൂമൻ ലാംഗ്വേജ് ഒക്കെ കുറച്ച് മനസ്സിലാവും. സോ കോൾസ് ഒക്കെ സ്വന്തമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് അലക്സ, സിരി ഒക്കെ പോലെ പ്രവർത്തിക്കുന്ന ഐറ്റം.
ഹൈടെക്. പിന്നെ ഗൈസ് ഈ SBS സെക്ഷനിൽ നമ്മുടെ വേഗാപങ്കിന്റെ കസിനെ ഓട ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വേഗാപങ്കിന്റെ കൊച്ചച്ഛന്റെ മോനാണ് ഈ പുള്ളിക്കാരൻ. വെഗാപങ്ക് ജനിച്ച ബാൾഡിമോർ ഐലൻഡിന്റെ തെക്കു ഭാഗത്തായിട്ടുള്ള പാൻസ് ഹസാഡ് എന്ന് പറഞ്ഞ ഐലൻഡിലാണ് ഈ പുള്ളി ജീവിക്കുന്നത്. ഈ ഐലൻഡിന് പാൻസ് ഹസാഡ് എന്ന് പേര് വരാൻ കാരണം അവിടെ ഉള്ളവരെല്ലാം പാൻറ്റീസ് തലവഴിയിട്ടാണ് നടക്കുന്നത്. ഓടയ്ക്ക് പാൻറ്റീസിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ റെഫറൻസ് കുത്തിക്കയറ്റാൻ കിട്ടുന്ന ഒരു സ്ഥലവും പുള്ളി വിടാറില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ SBS സെക്ഷനിലെ കുറച്ച് ഇൻഫർമേറ്റീവും പിന്നെ രസകരവുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഈ വീക്ക് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്റർ 1154 വരുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.